136 വർഷം പഴക്കമുള്ള നമ്മുടെ മുൻ തലമുറ നേരിട്ട് സാക്ഷ്യം വഹിച്ച ഒരു ചരിത്ര സംഭവം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ അരിയുപ്പുറം ക്ഷേത്രത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖനായിരുന്ന ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരിയുപ്പുറത്ത് 1888 ചരിത്രപ്രസിദ്ധമായ ഈ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഗുരു നടത്തുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയിരുന്ന ഒരു കാലത്താണ് ഈ പ്രതിഷ്ഠ നടത്തിയത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അന്ന് നിലനിന്നിരുന്ന സാമൂഹിക സ്ഥിതിയിൽ ഈ പ്രതിഷ്ഠ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നത് ചരിത്രം. അരിയുപ്പുറം ക്ഷേത്ര മഠാധിപതി സ്വാമി സാന്ദ്രാനന്ദയുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയ അരിവിപ്പുറം ക്ഷേത്രം അതിൻ്റെ മഠമാണ്. 1888 ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ അരിവിപ്പുറത്ത് പ്രതിഷ്ഠ നിർവഹിച്ചത്. കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും നവോത്ഥാനത്തിനും നാന്ദി കുറിച്ച ഇടമാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് ഗുരു ഉപദേശിച്ചതും ഇവിടെ ഒരു സംസ്കൃത സ്കൂൾ ആരംഭിച്ചതും അതുപോലെ തന്നെ SNDP യോഗത്തിൻ്റെയൊക്കെ നാന്ദി കുറിച്ചതൊക്കെ ഇവിടെയാണ്. ഈ പവിത്രമായ സങ്കേതത്തിലാണ് ആത്മോപദേശ ശതകം പോലെയുള്ള ഗുരുവിൻ്റെ കൃതികൾ രചിച്ചിട്ടുള്ളത്. ശിവശതകം, ഇങ്ങനെ ധാരാളം കൃതികൾ ഗുരുവിൻ്റെ മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലുമായിട്ടുള്ള കൃതികൾ ഇന്ന് ലഭ്യമാണ്. പൊതുവെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അങ്ങനൊരു അറിവ് കുറവാണ്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള രീതിയിലാണ് ഗുരുവിനെ പലപ്പോഴും പലരും അവതരിപ്പിക്കുന്നത്. കേരള നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം ആണ് ഗുരുവിൻ്റെ ഏകലോകമെന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്തിന് അഥവാ ഇന്നത്തെ മനുഷ്യന് ആവശ്യമുള്ളതും ഇതുതന്നെയാണ്. മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ഇന്ന് മനുഷ്യരെ കുരുതി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. തന്നെയുമല്ല, വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു. ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല. അങ്ങനെ മനുഷ്യൻ ആധുനികതയുടെ ഉന്നത ശൃംഗങ്ങളിൽ വിരാജിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോഴും അവൻ ഉള്ളിൽ ദരിദ്രനാണ്. അവന് ശാന്തിയും സമാധാനവും ഇല്ല. ആ ഒരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് സമഗ്രമായി ഈ ലോകത്തോട് 137 വർഷം മുൻപ് ഉദ്ഘോഷിച്ച ഗുരുവിൻ്റെ ഈ സന്നിധി, ഗുരുവിൻ്റെ ഈ സന്ദേശം, അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദർശനം ഒക്കെ ഉൾക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ സന്ദേശങ്ങൾ വരും തലമുറകൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഏവർക്കും അതിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഏവർക്കും നമസ്കാരം. ഉപദേവതയായ ഗണപതി മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഗോപുരങ്ങളോ കൊത്തുപണികളോ കരിങ്കൽ സ്തൂപങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കില്ല. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അകറ്റി നിർത്തുന്ന ഒരിടമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഗുരുമന്ദിരമാണ്. ഗുരുവും ശിഷ്യന്മാരും അന്നത്തെ കാലത്ത് വിശ്രമിച്ചിരുന്ന മുറിയാണ് ഉള്ളിൽ കാണുന്നത്. അതിപ്പോൾ ഗുരുമന്ദിരമാക്കി അവിടെ ഗുരുവിൻ്റെ ശിഷ്യന്മാരുടെയും ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ശാന്തതയാണ് അനുഭവപ്പെടുന്നത്. ഒരു ബഹളവോ ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ഗുരു അന്ന് പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞ് ഇവിടെ എഴുതിയ വാക്യം ഇതാണ്: ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് ഗുരു ഇവിടെ എഴുതി വെച്ചത്.
ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെല്ലാം നടത്തിക്കഴിഞ്ഞ് ഗുരു ഇതിനോട് ചേർന്ന് തന്നെ ഒരു സംസ്കൃത സ്കൂളും സ്ഥാപിച്ചു. എല്ലാവർക്കും വിദ്യാഭ്യാസം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഗുരു ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സ്കൂൾ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയൊരു വൃക്ഷം നിൽപ്പുണ്ട്. അതിന് ചുറ്റും മതിലൊക്കെ കെട്ടി ഇതാക്കി തിരിച്ചിരിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDPയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്ന സ്ഥലമാണിവിടെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ചെറിയൊരു പ്രതിമ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് നെയ്യാർ. ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് നെയ്യാർ ഒഴുകുന്നത്. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പടികളുണ്ട്. ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണ് ശങ്കരൻ കുഴി എന്ന് പറയുന്നത്. ആ കുഴിയിൽ നിന്നാണ് ഒരു ശിവരാത്രി നാളിൽ ഒരു മുങ്ങി ആ ശിവലിംഗം എടുത്തുകൊണ്ട് വന്ന് പാറയെ ഒരു പീഠമാക്കി അവിടെ ഈ ശിവപ്രതിഷ്ഠ നടത്തിയത്. ഇപ്പോൾ ഏതാണ്ട് 136 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ആ പ്രതിഷ്ഠയ്ക്ക് യാതൊരു ഇളക്കവും സംഭവിച്ചിട്ടില്ല എന്നത് വളരെ അത്ഭുതത്തോടാണ് ലോകം കാണുന്നത്. അതുപോലെ തന്നെ അന്ന് പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഉയർന്ന ജാതിക്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കെന്താണ് ഈ പ്രതിഷ്ഠ നടത്താനുള്ള അധികാരം എന്ന് ചോദിച്ചപ്പോൾ, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് അദ്ദേഹം മറുപടി നൽകി. ഗുരു ഇരുന്ന് ധ്യാനിക്കുന്ന ഒരു സ്ഥലമാണ് നദീതീരത്തുള്ള ഈ കാണുന്നത്. അദ്ദേഹം ഇവിടെ ധ്യാനവും തപസ്സും ഒക്കെ നടത്തുമായിരുന്നു. ഇവിടെ നിന്ന് അദ്ദേഹം കവിതകളും എല്ലാം രചിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് നെയ്യാറിങ്ങനെ ഒഴുകുന്നത്. അന്നത്തെ കാലത്ത് ഇവിടെ വലിയ ഒരു വനപ്രദേശമായിരുന്നു. ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഭൈരവൻ സ്വാമിയുടെ സമാധിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. നദിയോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപം. ഇവിടെ ബലിപ്പുരയും ഒക്കെയാണ്. നമുക്കിവിടെ വന്ന് പിതൃക്കൾക്ക് ബലിയർപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് വീണ്ടും കൊടിതൂക്കി മലയിലെത്തി. ഗുരു തപസ്സനുഷ്ഠിച്ച മലയുടെ മുകളിലുള്ള ഒരു പ്രദേശമാണ് കൊടിതൂക്കി മല എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള ദൂരെയായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങ് ദൂരെ നമുക്ക് കുറേയേറെ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരുപാട് കിലോമീറ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ മുകളിലെത്തി. ഇവിടുന്ന് വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങിയാലാണ് ആ ഗുഹയിലൊക്കെ അകത്തോട്ട് നമുക്ക് എത്താൻ സാധിക്കുന്നത്. ഈ കൊടിതൂക്കി മലയിലൊക്കെ എല്ലാ ദിവസവും ഒന്നും ഭക്തജനങ്ങൾ വരില്ല. അത് ഒരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ. പക്ഷെങ്കിൽ ശിവഗിരി തീർത്ഥാടന കാലഘട്ടത്തും അല്ലാതെ പ്രധാന വിശേഷ ദിവസങ്ങളിലൊക്കെയും ഇവിടെ ഭക്തജനങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ ഗുഹയിലും, ഈ കാണുന്നതാണ് ഗുഹ, ഇതിനുള്ളിലോട്ട് നമുക്ക് കയറി പോകാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കൂടെ വന്നവർ മാത്രമേ ഉള്ളൂ, മറ്റാൾക്കാരുമില്ല. നമുക്കറിയില്ല ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും തൽക്കാലം കയറുന്നില്ല. ഇവർ രണ്ടുപേരുമാണ്, ജയകുമാരേട്ടൻ്റെ വൈഫുമാണ് നമ്മൾ വന്നപ്പം തൊട്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അവർ തന്നെ സ്വയം വന്ന് നമുക്കെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.